ഇനിയിപ്പോൾ ബാക്കി കഥ കേട്ടാലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ വന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ നമുക്ക് തിരിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മാതാവിനെ എത്തിക്കാൻ തിരിയൊക്കെ വാങ്ങിച്ചു. കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകൾ കാണുമ്പം പിന്നെ പിള്ളേരുടെ ശ്രദ്ധ ഫുള്ള് അവിടെ ആയിരിക്കുമല്ലോ. അവിടെ ചെന്നപ്പോൾ തൊട്ട് കുഞ്ഞാപ്പവും ഇങ്കിയും ദേ അമ്മയെന്ന് പറഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവനെ ഒരു തിരിയൊക്കെ മേടിച്ച് അവൻ്റെ കൊടുത്ത് തൽക്കാലം ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മണ്ണർകാട് പള്ളിയിലോട്ട് കയറുവാണ് കേട്ടോ. കേട്ടു മാത്രമേ എനിക്ക് ആ പള്ളിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പള്ളി അലങ്കരിച്ചേക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ അതിൻ്റെതായ ക്ലാരിറ്റി കുറവും അതിൻ്റെതായ ഈ ലൈറ്റിൻ്റെയൊക്കെ എഫക്റ്റ് ഒന്നും അത്രയും നന്നായിട്ട് കിട്ടില്ല. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയാമോ അത് ആ ലൈറ്റിൻ്റെ ആ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നമ്മൾ ചെന്ന സമയത്ത് റാസ തുടങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതായത് പ്രദക്ഷിണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തുക്കുടകളെല്ലാവരും എടുക്കുന്നുണ്ട്. കുറേ പേർക്ക് ഒരുപാട് നോയമ്പൊക്കെ നോക്കിയിട്ട് 8 ദിവസം അവിടെ കിടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ നോയമ്പ് നോറ്റ് മുത്തുക്കുട എടുക്കുന്നവരുണ്ട്. ഇതിനകത്ത് അമ്പലത്തിലെ മുത്തുക്കുടകളും ഈ പള്ളിയിൽ കൊണ്ടുവരും. അങ്ങനെ ഒത്തിരി ആചാരങ്ങളുള്ള ഒരു പള്ളിയാണെന്ന് കേട്ടുള്ള അറിവുകളാണ് കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ സമയങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഇത് മുത്തുക്കുടകളൊക്കെ എടുത്തു. ശരിക്കും നല്ല തിരക്കായിരുന്നു. പിന്നെ അതിനകത്തോടെ നമ്മൾ നുഴഞ്ഞു കയറിയാണ് പള്ളിക്ക് അകത്തോട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് നിന്നേക്കുന്നത്. അപ്പോഴാണ് അവിടെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെല്ലുന്നത്. എനിക്കതൊക്കെ ഭയങ്കര പുതിയ കാര്യങ്ങളാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിൽ തിരികെ ചാച്ചന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും എനിക്ക് ഞാനത് ഫോണിലെടുത്ത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഞാൻ പോലും അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. കാരണം അത്രയും ആൾക്കാർ, എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടുതലായതുകൊണ്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല. അതാണ് സത്യം. പിന്നെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ ഞാനും അമ്മയൊക്കെ പള്ളിയിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. കാരണം നമ്മൾ ആ പള്ളി വന്നുമ്പോൾ നമ്മൾ എടുക്കും. പള്ളിക്കകത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ ആൾക്കാരാണ്. ഇത് പള്ളിയിൽ അകത്തോട്ട് കയറുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഇതുപോലെ ആൾക്കാർ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഏകദേശം എത്തി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്, ഈ നോയമ്പ് സമയങ്ങളിൽ മാത്രമാണ് ഈ മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.